ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ നമുക്കിതിപ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനുള്ളൂ. പിന്നെ ഈ ബ്രേക്ക് ക്യാമിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പ്ലേക്ക് പോലെ വന്നിട്ടുണ്ട്, അതേപോലെ ഒരു പ്ലേ ഇച്ചിരി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. തന്നെയല്ല നമുക്ക് മഴയൊക്കെ വരണേ, അപ്പോൾ അത് എന്തെങ്കിലും അഴിച്ചിട്ട് നമുക്കൊന്ന് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യാം. പിന്നെ എയർ ഫിൽട്ടർ അതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, ഒറിജിനൽ ലൈൻഡർ ഫിൽട്ടർ തന്നെയാണ്. അപ്പോൾ ഒന്ന് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് യൂണിറ്റിലായാലും നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോഴും ഓൾറെഡി ഹോണ്ട തന്നെയാണ്, ഹോണ്ടയുടെ ബെൽറ്റ് തന്നെ അടക്കണേ. പിന്നെ അതേപോലെ നമുക്ക് ക്ലച്ചിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ പറയത്തൊക്കെ ലീക്കേജിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രാങ്ക് ഷാഫ്റ്റുമില്ല. ക്ലച്ച് ഷാഫ്റ്റുമേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു നനവ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽസീൽ നമുക്ക് മാറ്റിയിടാം. കാരണം ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. ഉള്ളിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സർവീസ് വരെ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ആ കൂടി 120 മില്ലി ഓയിലുള്ളൂ. ചിലപ്പോൾ കുഴപ്പമില്ലാണ്ട് ഓടും, കാരണം വെച്ചാൽ ചെറിയൊരു നനവോട് ഓടും. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനിടയിൽ കയറ്റാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഒരു 30-40 രൂപയൊക്കെ ഓയിൽസിൽ വരുള്ളൂ. അത് നമ്മുടെ കൈയോടൊക്കെ ചെയ്തു പോവാം. പിന്നെ അത് ഈ സൈഡിലായാലും ഗിയർ ബോക്സിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഈ സൈഡിൽ ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിലേക്ക് ഇടാം. കാരണം എന്താ വെച്ചാൽ അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 900-950 നമുക്ക് കോസ്റ്റ് വരാം. തന്നെയല്ല ആരംഭമായിട്ടുള്ളൂ, ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് തൽക്കാലം അങ്ങനെ തന്നെ നിലനിർത്താം കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും റോളർ കാര്യങ്ങളൊക്കെ ആയാലും തേമാനമുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല. അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ നിന്ന് സൗണ്ട് വന്നിട്ടുണ്ടെന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും ജോബുകളിൽ. നമ്മളെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് കിട്ടിയില്ലായിരുന്നു. ഒന്നുകൂടി നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കണുണ്ട്. വേറെ എന്തെങ്കിലും ടച്ചിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ബെൻഡെക്സ് യൂണിറ്റാണ്, ബെൻഡെക്സ് പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും. അത് വർക്കിംഗ് ചെറിയ ഒരു സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിടക്കാൻ അങ്ങനെ നിൽക്കട്ടെ, കാരണം അത് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുള്ളൂ. സെൽഫ് എടുക്കാനായിട്ടൊരു ടൈം ലാഗ് ഒക്കെ വരുന്ന സമയം ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ തൽക്കാലമായിട്ട് നോക്കാം. അടുത്ത സർവീസിനൊക്കെ ആയാലും നമ്മൾ നോക്കിയിട്ട് അതിനിടയിൽ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ചെയ്യാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് റബ്ബർ ബീഡിങ് വീണ്ടും ലീക്കിൻ്റേതായിട്ടുള്ള ഇത് കാണിച്ചിട്ടുണ്ട്. ഈ റബ്ബർ ബീഡിങ് ആണ് ഹെഡിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ഹീറ്റിങ് വന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഓയിൽസീൽ ലീക്ക് വരുന്നത്. ഇവിടുത്തെ ആണെങ്കിൽ ഒരു ഓയിൽസീൽ മൗണ്ട് റബ്ബർ എന്ന് പറയും. ഈ ഹെഡ് കവറിൻ്റെ അവിടെ ബീഡിങ് ഗ്യാസ്കറ്റാണ്. അത് ഈ ഹീറ്റിങ് വന്ന ഭാഗമായതുകൊണ്ട് തന്നെ ലീക്കേജ് വന്നതാണ്. ബാക്കിയത്തെ ഈ ഭാഗങ്ങളൊക്കെ എയർ കൂൾഡാണ്. ഇവിടെ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അത് ആ കവറിങ് മാത്രം പുറമെയാണ്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിട്ടുന്ന ആ ഒരു ഗ്യാപ്പ് എയർ മാത്രമേ കിട്ടുള്ളൂ. തന്നെയല്ല റബ്ബറിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ അനുസരിച്ചിട്ടാണ് ലീക്ക് വരാം. എന്തായാലും അത് മാറ്റിയിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വരും. പിന്നെ എൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സസ്പെൻഷനൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ചെറിയൊരു പ്ലേ കാണിച്ചു കൊടുക്കേണ്ട സൈഡിൽ അത് നമുക്ക് ആ കോളർ മാത്രം, അതിൻ്റെ ഒരു കോളർ മാത്രമായിട്ട് മാറ്റിയിട്ട് ബാക്കി നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ലൈനറൊക്കെ ഉണ്ട്, ഹോണ്ടയുടെ ലൈനർ തന്നെ കിടക്കണേ. അപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ സർവീസ് കൂടിയാണ് പോട്ടെ. നമുക്ക് പിന്നെ ബാറ്ററി നമ്മൾ നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2024 പുതിയ ബാറ്ററിയാണ്. അതുപോലെ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൂടി നോക്കണുണ്ട്. വോൾട്ട് ഒക്കെ മാക്സിമം കിട്ടുന്നുണ്ട്. 12.5 വോൾട്ട് ആണ് പക്കയാണ്. 12.65 അതിൻ്റെ ഒരു നല്ലൊരു വോൾട്ട് എന്ന് പറയാനായിട്ട്. ഇതിപ്പോൾ മാക്സിമം നമുക്ക് കയറി കിട്ടുന്നുണ്ട്. ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും അറിയാൻ പറ്റും. ഇതിപ്പോൾ വാറണ്ടിയിലുള്ളതാണ്, കംപ്ലയിൻറ്റ് വരില്ല. ഓക്കെ ആയിട്ട് കാണിക്കണം കേട്ടോ. എന്നാൽ പോലും സർവീസിൽ അത് ആഡ് ചെയ്തതുകൊണ്ട് നമ്മൾ അതുകൂടി ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യണുള്ളൂ. വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് എന്ന് പറയാം. എയർ ഫിൽറ്റർ മാറ്റും, ആ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടി വരാം. പിന്നെ സാധാരണ സർവീസിൽ നമുക്ക് വന്നാൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ട് വേറെ പറയത്തക്ക കാര്യം ഇതൊന്നും ചേഞ്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. പിന്നെ അത് ഈ സൈഡിലൊരു കോളർ ബുഷ് മാറ്റിയിടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ രീതികൾ എപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽസീൽ ചെറിയൊരു ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം. ഇവിടുത്തെ ആ ഓയിൽസീലും റബ്ബറും മാറ്റിയിടാം. അതാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ്, വീഡിയോ കൂടിയിട്ട്. അപ്പോൾ വീഡിയോ ഗ്യാപ്പോലെ ഒന്ന് കണ്ടോളൂ. അപ്പോൾ എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.